ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിലെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അനു റൂമിലോട്ട്. അങ്ങനെ എ സി ഓണാക്കുമ്പോൾ അലോക് എ സി ഓഫാക്കാൻ പറയുകയാണ്. എന്നിട്ട് പറയും, നിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടല്ല ഇവിടുത്തെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ എ സി ഓഫാക്കുക എന്ന് പറയും. അപ്പോൾ അനു കളിയാക്കിയിട്ട് പറയും, അയ്യോ അലോകി, എൻ്റെ വീട് ഇതല്ലേ, എൻ്റെ ഭർത്താവ് ഇതല്ലേ, നിങ്ങളല്ലേ, അപ്പോൾ നിങ്ങൾ അല്ലേ എന്നെ നോക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ എ സി ഇടും എന്ന് പറഞ്ഞ് അവൾ എ സി ഇടാൻ നോക്കുകയാണ്. അങ്ങനെ അവൾ എ സി ഇടും. അപ്പോൾ അതേ സമയത്ത് അലോക് ദേഷ്യം വന്നിട്ട് അനുവിനെ വഴക്ക് പറയും. വീണ്ടും വഴക്ക് പറയുകയാണ്. പിന്നെ അനുവിനെ അടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അടിക്കാൻ നോക്കുമ്പോൾ അനു അവിടെ നിന്ന് കൊതറി മാറും. അപ്പോൾ എന്നിട്ട് ചോദിക്കും, അലോക് ചോദിക്കും, നീ എൻ്റെ കൈ ഞാൻ അടിക്കാൻ നോക്കുമ്പോൾ രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം അവൻ അപ്രതീക്ഷിതമായിട്ട് ഒരൊറ്റ അടി കൊടുക്കും. അനു എവിടെ? അവൻ്റെ മൂക്കിലോട്ട്. മൂക്കിനടി കിട്ടിയോടുകൂടി അലോകിൻ്റെ തലയിൽ കൂടെ കിളി പറക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അത്ര നല്ലൊരു അടിയാണ് കിട്ടിയത്. അതിനുശേഷം അനു രണ്ട് കൈയും വെച്ച് അവൻ്റെ ചെവിക്കടിക്കും. അപ്പോൾ അവൻ വേദന കൊണ്ട് അവിടെ ഇരിക്കും, നിലത്തിരിക്കും. ഇരുന്നോട് കൂടിയിട്ട് അവൻ്റെ കാലുമ്പലൊക്കെ കയറി നിന്ന് താണ്ടാവമാടാണ് അനു കാണിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അതായത് അലോക് വേദന കൊണ്ട് അയ്യോ എന്നെ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കിറുകി നിലത്തോട്ട് നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൗണ്ട് ആര് കേൾക്കുന്നുണ്ട്? പുറത്തുള്ളവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് അച്യുതനും അമ്മയും കൂടി ഇരിക്കുന്നുണ്ട്. അവർ ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ അച്യുത ഒരു സൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. അതേപോലെ തന്നെ ചേട്ടത്തിയും അമ്മയും അനിയത്തിയും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരും പറയും, ഈ കുട്ടികൾക്ക് ഇത്തിരി കൂടുതലാണ് കുറുമ്പ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഇവരുടെ റൂമിന് പോയിട്ട് വാതിലും മുട്ടും. അങ്ങനെ വാതിലും മുട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അനു വന്ന് വാതിൽ തുറക്കുക. അപ്പോൾ എന്താ മോളെ ഒരു സൗണ്ടൊക്കെ കേട്ടത് എന്ന് ചോദിക്കും. അപ്പോൾ അനു ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കും. അപ്പോൾ പിന്നിൽ അലോകും വന്ന് ഇങ്ങനെ നിൽക്കും. അലോകിന് മിണ്ടാൻ പറ്റില്ല, കാരണം മിണ്ടിക്കഴിഞ്ഞാൽ കാരണം അവൻ്റെ ഇമേജ് മൊത്തം പോവുമല്ലോ. അതുകൊണ്ട് അവൻ ഇങ്ങനെ നാണത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവർ പറയും, ഇവരെ നമുക്ക് ഹണിമൂണിന് വല്ല കൊടൈക്കനാലിലോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്തോ വിടേണ്ടി വരും, എന്തായാലും ഇവിടെ അവർ നിർത്തി ആഘോഷിപ്പിക്കേണ്ട എന്ന് പറയും. അങ്ങനെ അപ്പോൾ അലോക് നാണം പോലെ, അലോകിൻ്റെ നാണം എന്ന് പറഞ്ഞാൽ അടി കിട്ടിയതിൻ്റെ നാണമാണ്. ആ നാണത്തിൽ അലോക് പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ അലോകിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ചോദിക്കും, എടാ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിന്നെ അവൾ അടിച്ചിട്ടതല്ലേ യഥാർത്ഥത്തിൽ, അല്ലാണ്ട് ആ അടിയും കിട്ടി കരഞ്ഞ സൗണ്ടല്ലേ പുറത്തേക്ക് കേൾക്കുന്നത്, അല്ലാതെ അവൾ നിന്നെ സ്നേഹിച്ചതൊന്നുമല്ലല്ലോ. അങ്ങനെയൊന്നുമല്ല അച്ഛന് തെറ്റിയത്. നീ വർത്തമാനം പറയുന്നു വേണ്ട, ഇവിടെ നടക്കുന്നത് എന്താണെന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ചിത്രം ഒന്നുകൂടി ക്ലിയർ ആവുന്നു. അതായത് അനുശ്രീ എല്ലാവിധ പ്ലാനോടും കൂടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. അവൾ എത്രയായാലും ദേവമംഗലത്തെ ബാലൻ്റെ മകളല്ലേ, അവൾ നമ്മളോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല. സംഗതി നീ അവളെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു എങ്കിൽ അതൊക്കെ ആകാം, പക്ഷേ അവളിപ്പോൾ ഈ കാണിക്കുന്നത് നിന്നോട് പ്രതികാരമാണ് എന്ന് പറയണം അച്യുതൻ. അങ്ങനെയൊന്നുമല്ല അച്ഛന് തെറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞാൽ ലോകം ഒരുവിധം എസ്കേപ്പ് ആവാൻ ശ്രമിക്കും. പക്ഷേ അച്യുതന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ മിത്രയും ആര്യനും കൂടി സംസാരിക്കുന്നത്. അപ്പം മിത്ര പറയും, അറിഞ്ഞില്ലേ കൃഷ്ണമംഗലത്തെ വിശേഷം, അവിടെ റെയ്ഡ് നടന്നു, കുറേ പൈസയൊക്കെ കൊണ്ടുപോയി, അറിഞ്ഞില്ലേ ആര്യാന്ന് ചോദിക്കും. അപ്പോൾ ആര്യൻ ശരിയാണ് അറിഞ്ഞു എന്ന് പറയും. അപ്പം മിത്ര പറയും, എന്താ ആര്യനൊരു സന്തോഷമില്ലാത്തത്? സാധാരണ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ കാര്യം കേൾക്കുമ്പോൾ ആര്യന് സന്തോഷമായിരിക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ സന്തോഷമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ആരും വിചാരിക്കുന്നുണ്ടാവില്ലേ സ്വന്തം വീട്ടിലെ പൈസ പോയിട്ടും ഇവളെന്താ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത് എന്ന്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ അച്ഛനും ചെറിയച്ഛനും നേരായ വഴിക്കുണ്ടാക്കിയ പൈസയല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എനിക്കൊരു സന്തോഷം, അത് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ആരും പറയും, അതൊന്നുമല്ല ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ അവിടുത്തെ വീട്ടുകാരായാലും വിചാരിക്കുന്നുണ്ടാവില്ലേ വന്ന് കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യക്കേട് കൊണ്ടാണ് അവിടെ ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിച്ചതെന്ന്. നമ്മുടെ അനു അവിടെയല്ലേ, അപ്പോൾ അങ്ങനെ അവർ വിചാരിക്കുന്നുണ്ടാവുമല്ലോ എന്നാണ് എൻ്റെ ആദി എന്ന് പറയും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മിത്ര ആര്യനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് കടയിലോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ബാലനാണ്. ബാലൻ്റെ അടുത്തപ്പോൾ ഗോമതി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഗോമതി ഒരു കാര്യം കൂടി പറയാണ്. നമ്മുടെ ദേവി മോൾ പറയുന്നുണ്ട്, ഗോമതി സ്റ്റോറിലോട്ട് ഇനി അവളും കൂടി വന്നാലോ എന്ന്. അപ്പോൾ ബാലൻ ചോദിക്കുമോ, നിങ്ങൾക്കൊക്കെ ഒരു ധാരണ വന്നില്ലേ എന്നെക്കൊണ്ട് ഇതിനി നോക്കാൻ പറ്റില്ല എന്ന്.
അതുകൊണ്ടല്ലേ ദേവിയെ വിടാൻ നീ പറയുന്നത്. അപ്പോൾ ഗോമതി പറയും, അങ്ങനെയല്ല ബാലേട്ട, ദേവി മോൾക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. ദേവി മോൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്, അതുകൊണ്ടാണ് അവൾ വരണമെന്ന് പറയുന്നത് എന്ന് പറയും. അപ്പോൾ ദേവി പറയും, അതെ അച്ഛാ, എനിക്കിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് എന്നെ അലട്ടുന്നത്. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഇവിടെ ഇരിക്കും തോറും എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നെ വേട്ടയാടുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ മുൻപ് അവിടെ വന്നിരുന്നതല്ലേ, അപ്പോൾ ഇപ്പം അച്ഛനും ഒരു സഹായമാവും, എനിക്കൊരാശ്വാസവും, അതുകൊണ്ടാണ്. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ മോള് വന്നോളൂ എന്ന് പറയും. അങ്ങനെ അവർ ഗോമതി സ്റ്റോറിലോട്ട് പോവാണ്. അപ്പോൾ ഗോമതി സ്റ്റോറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറയും, നന്നായി മോളെ നീ വന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളുമായി, നല്ല കാര്യം, നിൻ്റെ മോൾക്കും ഒരു നേരം പോക്കായി, നല്ലൊരു തീരുമാനം എന്ന് പറയും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ദേവി ഗോമതി സ്റ്റോറിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതാണ്. ഓഫീസിലോട്ട് ഒരുങ്ങി നിൽക്കുന്ന മീനുവിനെയാണ് കാണിക്കുന്നത്. മീനുവിന് ഭക്ഷണമായിട്ട് ഗോമതി വരും. അപ്പോൾ മീനു ചോദിക്കും, അമ്മ ചേട്ടത്തി എന്ത് ചെയ്യും? അപ്പോൾ അമ്മ ബാലേട്ടൻ്റെ കൂടെ അവൾ കടയിൽ പോയി. ആദ്യം ബാലേട്ടൻ സമ്മതിച്ചില്ല, പിന്നെ ഒരുവിധം ദേവിമോള് സമ്മതിപ്പിച്ചെടുത്തു എന്ന് പറയും. അപ്പം മീനു പറയാൻ, നന്നായി ചേച്ചി, ദേവിയെടുത്തിൻ്റെ മനസ്സൊന്നും മാറുമല്ലോ, നമുക്ക് പഴയ ദേവിയെടുത്തിയെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് മീനും ഗോമതിയും സന്തോഷത്തിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്.